നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു. നമുക്ക് ആവശ്യം സുരേഷ് ഗോപിനാണ്. അദ്ദേഹം കൂടെ ജയിച്ചിരിക്കും. പാർലമെന്റിന്റെ പുറത്ത് ചായ മേടിക്കാൻ നടക്കുകയാണ്. കൂടുതൽ LDF തന്നെ പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. അവരാണ് കൂടുതൽ തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഭരണത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ LDF കൂടുതലായിട്ട് തീവ്രവാദികൾ അവർ മുഴുവനായിക്കൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് കുറച്ചാളുകൾ മാത്രം നല്ല LDFന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നുള്ളൂ. ഇപ്പോൾ വരുന്ന മുഴുവൻ തലമുറകളും LDFന്റെ തീവ്രവാദ സംഘടനയാണ്. മത തീവ്രവാദമാണ് അവർക്ക്. അവർ മതേതരത്വം പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിലൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായിട്ടും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് ഇവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ടും നല്ല സാധ്യതയാണ്. സുരേഷ് ഗോപി ചെയ്ത കുറെ നന്മകള് പണ്ടേ തുടങ്ങി സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ ഒരുപാടാണ്. അത് ജനങ്ങളിലും സാധാരണക്കാരായ അമ്മമാരുടെ ഇടയിലാണ് കൂടുതലും സുരേഷ് ഗോപിക്ക് പ്രഭാവമുള്ളത്. നമ്മളിപ്പോ വോട്ടിനെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അറിയാം, അമ്മമാരെല്ലാവരും സുരേഷ് ഗോപിയുടെ കൂടെയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അമ്മമാരും ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കൂടെ തന്നെയാണ്. BJP ഒരു വർഗീയ പ്രസ്ഥാനമാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. പക്ഷെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുന്നിൽ വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നില്ലേ? അത് BJP RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഒക്കെ വർഗീയമായി അവർ ചിത്രീകരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മീഡിയാസ് ആണ് കൂടുതലും ചിത്രീകരിച്ചുകൊണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്. നേരിന്റെ വഴിയാണ് BJP. ഈ സുരേഷ് ഗോപി വരാനുള്ളൊരു കാരണം എന്തായിരിക്കും? എവിടെ ഇവിടെ തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപി വിജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്തായിരിക്കും? സുരേഷ് ഗോപി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഒരു വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ട് പോലും സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന സുരേഷ് ഗോപിയാണ്. ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു. ഇൻഡിവിജ്വലായിട്ട് പോലും സഹായങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ്. വേറൊരു രാഷ്ട്രീയക്കാരും ഒരു വ്യക്തിയും ഇതുമാതിരി ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനൊരു പരിഹാസ രൂപേണ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടേ. അപ്പൊ അതിനൊരു നല്ലൊരു മറുപടി ആയിരിക്കും ഇപ്രാവശ്യത്തെ ഇലക്ഷൻ. അതെ, സുരേഷ് ഗോപി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് ഇത്രയധികം ഹെൽപ്പുകൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന്. ഇപ്പൊ അതിനുശേഷം തോറ്റിട്ടാണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കണ്ട. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും സുരേഷ് ഗോപി ജയിക്കേണ്ട ചെയ്യും. പുലിക്കളി കലാകാരനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പുലിക്കളിക്ക് വേണ്ടിയിട്ട് 50,000 രൂപയും കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പിൽ നിന്ന് 1 ലക്ഷം രൂപയും സുരേഷ് ഗോപി വാങ്ങി തരുകയുണ്ടായി. ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 50,000 രൂപ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. 2017 മുതൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 1 രൂപ പോലും കിട്ടാറില്ല തൃശ്ശൂർ പുലിക്കളിക്ക്. തൃശ്ശൂർ പുലിക്കളിക്ക് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടിയത്. 2020 കിട്ടി ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടി. അതുകൂടാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മോളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് 50,000 രൂപയും തന്നു. അതിന്റെ പേരിൽ ഞങ്ങളൊരു റെസീറ്റും ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്. വരും കാലങ്ങളിലും തൃശ്ശൂർ പുലിക്കളിക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ റെസീറ്റ് കൊടുക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപി സാറ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഇവിടെ ജയിക്കണം. അത് ഈ തൃശ്ശൂരിന്റെ ആവശ്യമാണ്. ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാർ, തൃശ്ശൂർ പുലിക്കളിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് സുരേഷ് ഗോപി സാറ് തന്നെ വരണം. ഈ പ്രതാപൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ 5 കൊല്ലമായിട്ട് ഇതിന്റെ സംഘാടകനും തൃശ്ശൂർ പുലിക്കളി കളിക്കുന്ന ആളാണ്. ഈ 5 കൊല്ലം തൃശ്ശൂർ കോർപ്പറേഷന്റെ മീറ്റിങ്ങുകൾ വിളിച്ച, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഹാളിലാണ് മീറ്റിംഗ് വിളിക്കുക. ഒരു മീറ്റിങ്ങിന് പോലും ഈ പ്രതാപം വരില്ല. 5 വർഷമായിട്ട് ഒരു മീറ്റിങ്ങിനും പോലും വരാത്ത, ഒരു പുലിക്കളിയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ തൃശ്ശൂർ പ്രതാപൻ. നമ്മൾ ഈ വേഷം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ മേയർമാരും എല്ലാവരും വരും. കഴിഞ്ഞ സുരേഷ് ഗോപി സാറ് അതിന് മുന്നത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇയാള് തിരിഞ്ഞു നോക്കില്ല. ഇവിടെ എന്ത് വിശേഷം ഉണ്ടായാലും ഇയാൾ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലേക്ക് ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ആളെ എന്തിനു ജയിപ്പിക്കുന്നത്? നമുക്ക് ആവശ്യം സുരേഷ് ഗോപിനാണ്. അദ്ദേഹം കൂടെ ജയിച്ചിരിക്കും. സുരേഷ് ഗോപിക്ക് നല്ല ഇതുണ്ട്. ഇവിടെ ജനങ്ങള് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരാളാണ് വേണ്ടത്. ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് TM പ്രതാപൻ ജയിച്ചു പോയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. 2-3 സ്കൂളുകൾക്കല്ലാതെ കൂടിയിട്ട്, ഞാൻ തീരപ്രദേശത്ത് കിടക്കുന്ന ആളാണ്. ഈ തീരപ്രദേശത്തിന് ഇന്നേ വരെക്കും ഒരു കാര്യം ഈ TM പ്രതാപൻ ചെയ്തിട്ടില്ല. അയാൾ പിന്നെ ചാനലിലൊക്കെ പറയുന്നുണ്ട് ഞാൻ കടലിനോട് മല്ലടിച്ചിട്ട്. കടലിൽ പോയിട്ടില്ല. കടലിൽ പോയിരുന്ന ആളാണ് ഞാൻ. കടലിൽ കണ്ടിട്ടില്ല. അവൻ ബോട്ടിൽ കയറി പോയിട്ടുണ്ട്, അല്ലാണ്ട് അവൻ കണ്ടിട്ടില്ല. സുരേഷ് ഗോപി വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താ? സുരേഷ് ഗോപി വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താ? ഞങ്ങളുടെ തീരപ്രദേശത്തുള്ളവർക്ക് ഏറ്റവും സന്തോഷം സുരേഷ് ഗോപി വരണമെന്നാണ്.
ഈ ടി.എം. പ്രതാപന്റെ കുടുംബങ്ങളിലുള്ള വോട്ട് പോലും ടി.എം. പ്രതാപന് കിട്ടൂല. അത്ര സുരേഷ് ഗോപി ഈ നാട്ടില് ഈ MP ആയിട്ടും മറ്റുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഗുണം അത് കാണും, തീർച്ചയായിട്ടും കാണും. സുരേഷ് ഗോപി ഇപ്പോ എല്ലായിടത്തും ഓടി നടന്ന് നല്ല പ്രചരണം നടത്തുന്നുണ്ട്, അതൊക്കെ കാണാം. പ്രചരണമുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രവർത്തകരും പ്രചരണത്തിന് തയ്യാറായിട്ടാണ്. തൃശ്ശൂരിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സുരേഷ് ഗോപി ആയതുകൊണ്ട് മറ്റുള്ളവരവിടെ പോയിട്ട് എന്ത് കാര്യം? ഇപ്പൊ ടി.എം. പ്രതാപൻ പോയിട്ട് അവിടെ ഈ 5 വർഷത്തിനുള്ളിൽ 12 ദിവസം പോലും പാർലമെന്റ് മന്ദിരത്തിൽ ഇരുന്നിട്ടില്ല. മിക്ക ദിവസങ്ങളിലും ആൾക്ക് സസ്പെൻഷനാണ്. അവിടെ ഇടികൂടാനല്ല പോകേണ്ടത്, മിക്ക ദിവസങ്ങളിലും സസ്പെൻഷനാണ്. പാർലമെന്റിന്റെ പുറത്ത് ചായ മേടിക്കാൻ നടക്കുകയാണ്.